ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വട്ടവടയ്ക്ക് പോകണം. വട്ടവടയ്ക്ക് പോകുമ്പം ഇവിടെ ഒരു സ്ട്രോബെറി ഫാം കണ്ടു. അവിടെ ജസ്റ്റ് ഞങ്ങൾ നിർത്തിയതായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഈ സ്ഥലത്തിൻ്റെ പേര് ഊർക്കാടാണ്. ഇവിടെ എന്തൊക്കെ കൃഷിയുണ്ട്? ഇവിടെ ക്യാരറ്റ്, ബീൻസ്, കാബേജ്, സ്ട്രോബെറി. ഇവിടെ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ എന്ത് സ്ട്രോബെറി ഉണ്ട് അല്ലേ? ഈ നിൽക്കുന്നതാണോ ക്യാരറ്റ്? ഈ നിൽക്കുന്ന കേട്ടോ ക്യാരറ്റ് കേട്ടോ. വെളുത്തുള്ളി അപ്പുറത്തേക്ക് ആ ഒരു സൈഡിൽ നിൽക്കുന്ന വെളുത്തുള്ളി. പിന്നെ ഇത് ബീൻസ് അല്ലേ? ബീൻസ്. പിന്നെ നീലക്കുറിഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞത് ഏട്ടത്? ആ പടർന്ന് നിൽക്കുന്നതല്ലേ നീലക്കുറിഞ്ഞി അല്ലേ? അത് പോക്കണേ 2030 ആകും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സ്ട്രോബെറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സ്ട്രോബെറിയുടെ കായ്ച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏകദേശം പറിച്ച് കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ചെറുതായിട്ട് വന്ന് നിൽപ്പുണ്ട്. നമുക്ക് താഴോട്ടിറങ്ങി നോക്കാം എന്താണ് കായ്ച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, നിങ്ങൾക്ക് കാണാമോ? കാണാൻ തോന്നുന്നു. ഇവിടെ സ്ട്രോബെറി കായ്ച്ചിരിക്കുന്നത് കാണാം കേട്ടോ. പിന്നെ കുറേയൊക്കെ അധികം ഒരു വിളവെടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ കണ്ടായിരുന്നു ഇവർ സ്ട്രോബെറി മുകളിൽ വിൽക്കുന്നുണ്ട്. അതുപോലെ സ്ട്രോബെറി ജാമൊക്കെ ഇവർ വിൽക്കുന്നുണ്ട്. ഇതാട്ടോ ഇവർ സ്ട്രോബെറിയുടെ ചെറിയൊരു തോട്ടമേ. ഇത് താഴോട്ടും ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, താഴോട്ട് പോയി നോക്കാവേ. ഇതവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവർ സ്ട്രോബെറി തോട്ടം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇവർ കായ്ച്ചിരിക്കുന്ന കാണാവേ. മുകളിൽ പക്ഷെ നമ്മൾ കണ്ടപ്പോൾ അവിടെ കായ്ച്ചൊന്നും കണ്ടില്ല. ഇവിടെ നോക്കിയാൽ ഇഷ്ടംപോലെ കായ്ച്ച് ഏകദേശം പഴുക്കാറായതൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പൂവിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ സ്ട്രോബെറിയുടെ തൈ ചോദിച്ചു. പക്ഷെ ഇവർ പറയണത് നമ്മുടെ നാട്ടിൽ കൊണ്ടായാലും ഇത് ഉണ്ടാകില്ലെന്നാണ് പറയണത്. എന്നാലും ഞാൻ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സ്ട്രോബെറി ഏകദേശം പഴുത്ത് വരുന്നത്. ഇവിടെ ഇവർക്ക് ബീൻസിൻ്റെ കൃഷിയുണ്ട് കേട്ടോ. ഇതാണ് ബീൻസ്. എനിക്ക് ഇഷ്ടം പോലെ സ്ഥലത്ത് ഇവിടെ ബീൻസിൻ്റെ കൃഷിയാണേ. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ബീൻസ് നമ്മൾ കഴിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മൾ കൃഷി കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് ബീൻസിൻ്റെ കൃഷി. ഇത് ഏകദേശം പാകമായെന്ന് തോന്നുന്നു അല്ലേ? വിളവെടുക്കാറായെന്ന് തോന്നുന്നു അല്ലേ? ഇതാട്ടെ ഇവരുടെ കാബേജ് തോട്ടം. ഇവിടെ കാബേജ് ഉണ്ടായി വരുന്നുണ്ട്. പാകമായിട്ടില്ല കേട്ടോ. കാബേജ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് ഇവർ പലതരത്തിലുള്ള കൃഷിയാണ് കേട്ടോ. കാബേജ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, അതുപോലെ ബീൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ. ഇവിടെ സെയിലുണ്ട് ഇവർ. ഇപ്പോൾ ഇവിടെ കാബേജ് ഇപ്പം ആയി വരുന്നേ ഉള്ളൂ. കാണാൻ പറ്റും, ഇവിടെ ക്യാബേജിൻ്റെ കാണാൻ പറ്റും. ഇത് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ആയി വരുന്നേ ഉള്ളൂ ക്യാബേജ്. പക്ഷേ ബീൻസ് ഇപ്പം റെഡിയായി നിൽപ്പുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വട്ടവടയൊക്കെ പോകുമ്പം ഇവിടേക്ക് കയറുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കുക. എന്താട്ടോ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ചെടികളാണ് ഈ കാണുന്നത്. ഇവിടെ വിളവെടുത്ത കേട്ടോ, വിളവെടുത്തുകൊണ്ട് പോയതാണ്. എന്താണ് ഗ്രീൻ ബീൻസ് നമ്മൾ കഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ചെടികൾ നിൽക്കുന്ന കേട്ടോ, ഗ്രീൻ ബീൻസിൻ്റെ ചെടികളെ ഇത് വിളവെടുത്തുന്നാണ് പറഞ്ഞത്. നമ്മൾ അതിൽ നിന്ന് നോക്കിയിട്ട് കണ്ടില്ല, ഇടയ്ക്ക് അവിടെ ഓരോന്നൊക്കെ നിൽപ്പുള്ളൂ. അപ്പോൾ പറഞ്ഞ് വിളവെടുത്തെന്ന് പറഞ്ഞ്. ഇതാട്ടോ ഗ്രീൻ പീസ്. ഇവരിപ്പം മുകളിൽ മുമ്പ് നോക്കിയപ്പം അത് വിളവെടുത്തായിരുന്നു. അതേപോലെ താഴെ നോക്കി വിളവെടുക്കാത്തതുണ്ട് കേട്ടോ. ഇതാണ് ഗ്രീൻ ബീൻസ്. ഇവർക്ക് ഇതിൻ്റെ തോട്ടം കേട്ടോ. പലതരത്തിലുള്ള കൃഷികളാണ്. ഗ്രീൻ ബീൻസ് ഉണ്ട്, അല്ലാത്ത ബീൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൃഷികളെല്ലാം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതാട്ടോ നമ്മുടെ ഗ്രീൻ ബീൻസ്. നോക്കി ഇതിൻ്റെ അകത്തിരിക്കുന്നതാണ്. അവേ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. നോക്കി ഇതിൻ്റെ അകത്ത് കണ്ടോ ഗ്രീൻ ബീൻസ് ഇരിക്കുന്നുണ്ടോ? ഇത് പറിച്ചുകൊണ്ടിരിക്കുവാണേ. ഇവിടുത്തെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുവാണേ.